ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. ഇന്നലെ നമ്മൾ പരിഭാഷ സൂത്രം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ശ്ലോകം കഴിഞ്ഞതിന് ശേഷം ഫലശ്രുതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ വിരാട്ട രൂപത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സൂക്ഷ്മ ശരീരവും അതേപോലെ സ്ഥൂല ശരീരം എന്തൊക്കെയാണ് എന്നുള്ളതും ആ ഒരു കാര്യം വിരാട്ട അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകം എടുക്കുവാണെങ്കിൽ, ഈ ബ്രഹ്മാണ്ടം എടുക്കുവാണെങ്കിൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി 35 ഹരേ കൃഷ്ണ 35 ശ്ലോകം മുതൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു സൂതഗോസ്വാമി. അതായത് ഇനി ഭഗവാനെക്കുറിച്ചും ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു 35 മുതൽ 39 ശ്ലോകം വരെ. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം സൂതഗോസ്വാമി എന്ത് പറയുന്നു എന്നുള്ളത്. ഏവം ജന്മാനി കർമാണി ഹി അകർത്തുർ അജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പതേ. ഓക്കെ, ലത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഏത് ശ്ലോകം പ്രഭു? ഹരേ കൃഷ്ണ. ഏത് ലതയാണ്? ശ്ലോകം 35 വായിക്കാനുള്ള സാഹചര്യമാണെങ്കിൽ വായിക്കൂ. 2 ലത മാതാജീസ് ഉണ്ടെങ്കിൽ, 2 പേരിലും ഭാഗവതം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹരേ കൃഷ്ണ പ്രഭു. ഒന്നുകൂടെ വായിക്കാനുള്ള സാഹചര്യമാണോ? അവിടെ വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാഹചര്യമാണെങ്കിൽ വായിക്കൂ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം. ശ്ലോകം 35 അധ്യായം 3. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം രാം. ലിസ്റ്റിൽ നമ്മൾ പേര് തരുമ്പോൾ ഭാഗവതം അടുത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് വായിക്കാം. വെച്ചിട്ടുണ്ട് പ്രഭു, എടുത്തു വച്ചിട്ടുണ്ട്. ശ്ലോകം 35 അല്ലേ? യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീല പ്രഭുപാദ് കി ജയ്. ജയപതാക സ്വാമി കി, ശിക്ഷ ഗുരു കി ജയ്. ഹരേ കൃഷ്ണ. ശ്ലോകം 35. ഏവം ജന്മാനി കർമാണി ഹി ഹർതു രജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹിത്പദേഹ. ഏവം ഇപ്രകാരം, ജന്മാനി ജനനം, കർമാണി പ്രവർത്തനങ്ങൾ, ഹി നിശ്ചയമായും, അഹർത്തു നിഷ്ക്രിയനായവന്റെ, അജന്യസ്യ ജനിക്കാത്തവന്റെ, ച വർണ്ണയന്തി വിവരിക്കുന്നു, അസ്മ ഭൂതകാലത്തിൽ, കവയ പണ്ഡിതൻ, വേദ ഗുഹ്യാനി വേദങ്ങളിൽ അനാച്ഛാദനം ചെയ്യാൻ കഴിയാത്ത, ഹൃത്പദേ ഹൃദയേശ്വരന്റെ വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം പണ്ഡിതരായ വ്യക്തികൾ അജനും നിഷ്ക്രിയനുമായവന്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. ഇവ വേദസാഹിത്യങ്ങളിൽ പോലും കണ്ടെത്താനാവില്ല. അവിടുന്ന് ഹൃദയേശ്വരനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അർത്ഥം വായിക്കണം? വേണ്ട, താങ്ക് യു മാതാജി. താങ്ക് യു, വെൽക്കം. ഹരേ കൃഷ്ണ. ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, വേദഗുഹ്യാനി, അതായത് വേദങ്ങളിൽ പറയുന്ന വളരെ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് ആർക്കാണ് അറിയുന്നത്? ഭഗവാൻ, അതായത് അറിവുള്ള ആളുകൾക്ക് അല്ലേ. അതായത് ഭഗവാന്റെ ജന്മം, കർമ്മം എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്നല്ലേ, ഭഗവാന്റെ ജന്മം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങൾ, കർമ്മം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീലകൾ, ഇതൊന്നും ഭൗതിക തലത്തിലുള്ളതല്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കാണ്?
അറിവുള്ള ആളുകൾക്ക്, അറിവുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഭഗവാനെ സേവിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. അവർക്ക് ഭഗവാനെക്കുറിച്ച് പറയുവാനും സാധിക്കുന്നു, ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നു. അല്ലാത്തവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് കാര്യം അത് വളരെ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങളാണിത്. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴും നാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പല ആളുകളും ചലഞ്ച് ചെയ്യാൻ വരും. ചലഞ്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ കാണാത്ത ഭഗവാനെ എങ്ങനെ വിശ്വസിക്കും? കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ, ഇവിടെയാണോ അത് വേറെ ക്ലാസ്സിലാണോ എന്നറിയില്ല, ചോദിച്ചു, നമ്മൾ കാണാത്ത ആളെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ഭക്തിവൃക്ഷ ക്ലാസ്സിൽ ചോദിച്ചു തന്നു. യെസ്, അതായത് ഓഫീസിലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ ഇതുപോലെ ചെയ്യാൻ? അതായത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല, വേറെ പാർട്ടിക്ക് പോകുന്നില്ല, എല്ലാം നിർത്തി, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിച്ചു? പിന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നു ദൈവമുണ്ട്, ഭഗവാനുണ്ട്, ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെയാണ്. കാരണം ഈ കലിയുഗത്തിലെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആ ഒരു പരിമിതികൾ, ലിമിറ്റേഷൻ ആളുകൾക്കറിയില്ല. ഈ കണ്ണ് ഉപയോഗിച്ച് നമുക്ക് എല്ലാം കാണാൻ സാധിക്കുമോ? ഇല്ല. കൊറോണ വൈറസിനെ കാണാൻ സാധിക്കുമോ? ഇല്ല. കണ്ണിന് പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതേപോലെ ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, എന്നാൽ മൃഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ലിമിറ്റുണ്ട്. അതിനപ്പുറത്ത് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മളെങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കും? അതീന്ദ്രിയമായിട്ടുള്ള ശരീരമുള്ള ഭഗവാന്, അതീന്ദ്രിയ തലത്തിലുള്ള വ്യക്തിയാണ് ഭഗവാൻ. അദ്ദേഹത്തെ കാണുവാൻ അങ്ങനെ വെറുതെ സാധിക്കില്ല. ദേവതമാരെ കാണാൻ സാധിക്കുന്നുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, വരുണൻ, ഇന്ദ്രൻ, ഇവരൊക്കെ ആക്ച്വലി അവരെല്ലാവരും ഭൗതിക ലോകത്തിലുള്ളവരാണ്. അവർക്കും പഞ്ചഭൂത ശരീരമാണുള്ളത്. പക്ഷേ നമ്മുടെ പഞ്ചഭൂത ശരീരം പോലെയല്ല അവരുടെ. അതിൻ്റെ കോമ്പിനേഷൻസ് വ്യത്യാസം ഉണ്ടാവും ഓരോ മൂലകങ്ങളുടെ. എന്നാൽ അവരെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നീടാണോ ഭൗതിക ശരീരമേ അല്ലാത്ത ആധ്യാത്മിക ശരീരത്തിൽ ഉള്ള ഭഗവാനെ കാണാൻ സാധിക്കുന്നത്? സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ആളുകൾ ചലഞ്ച് ചെയ്യും അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ. കാര്യം ഇത്രയും ഒരു ചെറിയ താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നസ് ഉള്ള ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ സമയം പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പ്രൂഫ് പറയുമ്പോൾ, എവിഡൻസ് പറയുമ്പോൾ, ഇങ്ങോട്ട് 100 കാര്യങ്ങളുണ്ടാവും പറയാൻ. അപ്പോൾ നമുക്ക് സമയം കുറച്ച് പറഞ്ഞു നോക്കാം എന്നല്ലാതെ എല്ലാവരെയും നമുക്ക് നാളെ പരിശുദ്ധ ഭക്തരാക്കി മാറ്റണം എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണമെന്നില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ വാദങ്ങൾ ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മളും തോറ്റുപോകും. നമുക്ക് ശാസ്ത്രങ്ങൾ അറിയില്ലെങ്കിൽ, നമുക്കിതിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അപ്പോൾ അതായത് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണം. അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അത് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം വളരെ അതുകൊണ്ടാണ് ഗുഹ്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഗുഹ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, വളരെ സീക്രട്ടാണ് അർജുന, ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഇതിനേക്കാൾ സീക്രട്ടായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയും. നമ്മൾ വിചാരിക്കും ഇത്രയും സീക്രട്ടായിട്ടുള്ള കാര്യം പബ്ലിക്കായിട്ട് പറയുന്നു. സത്യമാണ്. ആക്ച്വലി പബ്ലിക്കായിട്ട് ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീത ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാം, സ്വീകരിക്കാം. പക്ഷേ വാങ്ങിച്ച പുസ്തകം വീട്ടിൽ കൊണ്ടുവച്ചുകൊണ്ട് ആവുന്നുണ്ടോ? അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാവണമെങ്കിൽ അതിനുള്ള ബോധം വേണം, അതിനുള്ള ഭഗവാന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഗുഹ്യമാണെന്നുള്ള കാര്യം. ആർക്കും മനസ്സിലാവില്ല. ഭഗവത്ഗീത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ എല്ലാവർക്കും ആക്സസിബിൾ ആണ് സംഭവം. അതായത് വേണമെങ്കിൽ പ്രൊവൈഡഡ്, കണ്ടീഷനുണ്ട്. വെറുതെ പറ്റില്ല. അപ്പോൾ വെറുതെ ചലഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിൽ നാമം ജപിച്ചു തുടങ്ങൂ, സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങൂ, ശാസ്ത്രങ്ങൾ വായിച്ചു തുടങ്ങൂ, പതുക്കെ വിശ്വാസം കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇതെല്ലാം ഗുഹ്യമായിട്ടുള്ള കാര്യമാണ്, കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഭഗവാൻ അല്ലെങ്കിൽ സൂത ഗോസ്വാമി പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നതും ഇതെല്ലാം. അതായത് ജന്മകർമ്മച്ച മേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ അല്ലെ നൈതി ഭഗവാൻ പറയുന്നു അവിടെ ഭഗവത്ഗീതയിൽ. ജന്മവും ഭഗവാന്റെ ലീലകളൊക്കെ അതീന്ദ്രിയ തരത്തിലുള്ള ദിവ്യമായിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ബദ്ധാത്മാവിന് സാധിക്കില്ല. മറിച്ച് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതെല്ലാം പതുക്കെ വെളിപ്പെട്ട് വരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്. അപ്പോൾ ശ്ലോകത്തിൽ പറയുന്ന കാര്യം ഇതാണ്. 36ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. സാവാ ഇദം വിശ്വമമോഘലീലാ സൃജദ്യവത്യത്തി ന സജ്ജതേസ്മിൻ ഭൂതേഷു ചാന്തർഹിത ആത്മതന്ത്രഃ ഷാഡ്വർഗികം ജിഗ്രതി ഷഡ് ഗുണേശഃ. ഓക്കെ, വിദ്യാ ഗിരീഷ് മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രണാമം. ശ്ലോകം നമ്പർ 35. 36. സോറി 36. സവായിദം വിശ്വമമോഘലീല സൃജത്തിവത്യത്തിന സജ്ജതേസ്മിൻ ഭൂതേഷു ചാന്തർഹിത ആത്മതന്ത്ര ഷാഡ്വർഗികം ജിഗ്രതി ഷഡ്ഗുണേശ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. സദാ കളങ്കരഹിതങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഭഗവാൻ ഷഡ്േന്ദ്രിയങ്ങളുടെ അധിപനും ഷഡ് വിഭൂതികളാൽ പൂർണ്ണ അനന്തശക്തിമാനുമാകുന്നു. ലവലേശം പ്രഭാവിതമാകാതെ അദ്ദേഹം പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. നിത്യസ്വതന്ത്രനായി സർവരുടെയും ഹൃദയാന്തർവർത്തിയായി ഭഗവാൻ നിവസിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഓക്കെ, നല്ല ശ്ലോകമാണ്. ഇവിടെ ഭഗവാന്റെ 6 ക്വാളിറ്റികൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഈ ശ്ലോകത്തിൽ 6 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യത്തെ കാര്യം എന്താണ് പറയുന്നത്? സവാ ഇദം വിശ്വം അമോഘലീല. അപ്പോൾ ആദ്യത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അമോഘലീല. അമോഘലീല പ്രഭു ഇസ്കോണിലുള്ള ഫേമസ് ആയിട്ടുള്ള പ്രഭുവാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അമോഘലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ലീലകൾ, അമോഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാത്തത്, സ്പോട്ട്ലെസ്, കളങ്കമില്ലാത്തതാണ്. അതായത് സത്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്, അതിൽ അതായത് അത് പെർഫെക്റ്റാണ് ലീലകൾ. അത് ഡ്രാമയോ അല്ല, ഒന്നുമല്ല, അതിൽ ഒരു കളങ്കവും ഇല്ല, സ്പോട്ട്ലെസ് ആണ്. അതാണ് അമോഘലീല എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വാളിറ്റി. 2 എന്താണ് പറയുന്നത്? ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നു, പരിപാലനം ചെയ്യുന്നു, അതേപോലെ സംഹാരം ചെയ്യുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. സൃഷ്ടി, സംഹാരം അല്ലെങ്കിൽ പരിപാലനമൊക്കെ ചെയ്യുന്നത് ഭഗവാനാണ്. എന്നാൽ അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ 2ാമത്തെ ക്വാളിറ്റി പറയുന്നു. 3ാമത്തെ സവിശേഷത, ഭഗവാന്റെ ഗുണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരിലും ഉണ്ട് എന്നുള്ളത്. അതെവിടെയാണ് പറയുന്നത്? അപ്പോൾ അമോഘലീല നമ്മൾ കണ്ടു. അമോഘലീല കഴിഞ്ഞിട്ട് സൃജതി എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അതേപോലെ അവതി അതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലനവും സംഹാരവും. അപ്പോൾ അത് ഇവിടെ ഭഗവാൻ പറഞ്ഞു. ഇനി 3ാമത്തെ ക്വാളിറ്റി പറയുന്നത് ഭൂതേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും ഞാനുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ചരാചരങ്ങളിലും ഞാനുണ്ട്. അതാണ് 3ാമത്തെ ക്വാളിറ്റി. 4ാമത്തെ സവിശേഷത അല്ലെങ്കിൽ ഗുണം പറയുന്നു, ഭഗവാന്റെ ക്വാളിറ്റി പറയുന്നു ആത്മതന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനാണ്.
ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രനാണെന്ന് പറയുന്നു. കാര്യം നമുക്കറിയാം, നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്, ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, ആത്മതന്ത്ര. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്താണ് പറയുന്നത്? ഷാഡ് വർഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ് ഐശ്വര്യങ്ങൾ ഉണ്ട് ഭഗവാന്. ഷഡൈശ്വര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ 6 കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഷഡ് ഐശ്വര്യ പൂർണ്ണമായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഷഡ് ഐശ്വര്യങ്ങളുണ്ട്. അപ്പോൾ 5ാമത്തെ കാര്യം. 6ാമത്തെ ക്വാളിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷഡ് ഗുണേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഈശ. ഈശ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ അല്ലെങ്കിൽ കൺട്രോളർ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ. ഈശ എന്ന് പറഞ്ഞാൽ അതാണ് ഗുണ ഈശ. ഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ഇന്ദ്രിയങ്ങൾ. 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇന്ദ്രിയങ്ങളാണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടെ പിന്നെ മനസ്സിനെയും പറഞ്ഞു. മനാഷഷ്ടാണി ഇന്ദ്രിയാണി 6ാമത്തെ ഇന്ദ്രിയമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. മനാഷഷ്ടാണി ഇന്ദ്രിയാണി അല്ലേ? അപ്പോൾ 6 ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ ഈശ അല്ലെങ്കിൽ കൺട്രോളറാണ് ഭഗവാൻ എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? 1 അമോഘലീല, അതായത് അദ്ദേഹത്തിൻ്റെ ലീലകൾ കളങ്കമില്ലാത്തതാണ്. 2 എന്താണ് നമ്മൾ പറയുന്നത്? ശ്രജതി അവതി അതി, അതായത് അദ്ദേഹം ഈ സൃഷ്ടി സംഹാരം എല്ലാം ചെയ്യുന്നു. എന്നാൽ കൂട്ടത്തിൽ സജ്ജത്തെ അല്ലെങ്കിൽ ന സജ്ജത എന്ന് പറയുന്നത്. ന സജ്ജത എന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സൃഷ്ടി സംഹാരം പരിപാലനം നടത്തുന്നുണ്ട്, പക്ഷേ അതിൽ ഭഗവാന്റെ അതായത് ഈ സൃഷ്ടി നടത്തുന്നു, സംഹാരം നടത്തുന്നു, അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. 3ാമത്തെ കാര്യം ഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഭൂതേഷു അന്തർഹിത എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ആത്മതന്ത്ര, 4ാമത്തെ കാര്യം, അതായത് അദ്ദേഹം സ്വതന്ത്രനാണ് എന്നുള്ളത്. 5ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഷഡ്, അല്ലെങ്കിൽ ഷാഡ് വർഗികം, 6 ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിന്, ഷഡ് ഐശ്വര്യങ്ങൾ ഉണ്ട്. അതേപോലെ ഷഡ് ഗുണേശ, 6 ഇന്ദ്രിയങ്ങളുടെയും ഈശ അല്ലെങ്കിൽ കൺട്രോളറാണ് അല്ലെങ്കിൽ മാസ്റ്ററാണ്. ഇതാണ് 6 കാര്യങ്ങൾ. ശ്ലോകത്തിൽ പറയുന്ന 6 കാര്യങ്ങളാണ്, 6 ക്വാളിറ്റീസ് ഭഗവാന്റെ പറയുന്നു. മനോഹരം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോബാജി ഭാവാർത്ഥത്തിൽ പറയുന്നു അമോഘലീല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക്. മനോഹരമായിട്ടുള്ള ലീലകളാണ് ഭഗവാന്റെ, അതീന്ദ്രിയമായിട്ടുള്ള ലീലകളാണ്. അതിലൊന്നും കളങ്കമില്ല, എല്ലാം പെർഫെക്റ്റാണ്. അതേപോലെ തന്നെ ഭഗവാൻ ഷഡൈശ്വര്യങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അത് പ്രോബാദ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ സംഹാരം പരിപാലനത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, പ്രോബാദ് പറയുന്നു ഭഗവാൻ ചെയ്യുന്ന കാര്യം. അതായത് ഈ ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുന്നു മാത്രമല്ല, ഇനി അതിനകത്ത് ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നു ഗർഭോദകശായി വിഷ്ണുവായി. ഇനി ഓരോ ജീവജാലങ്ങളിലും പരമാത്മാവായിട്ട് അദ്ദേഹം ഉണ്ട്. ക്ഷീരോദകശായി, ഗർഭോദകശായി വിഷ്ണു അല്ലാതെ ക്ഷീരോദകശായി വിഷ്ണുവായി, അങ്ങനെ ചരാചരങ്ങളിലും അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം പ്രഭുപാദ് ഒന്ന് ചെറിയ രീതിയിൽ അവിടെ വിസ്തരിക്കുന്നു ഭാവാർത്ഥത്തിൽ. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 6 ക്വാളിറ്റീസാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഇനി 37ാമത്തെ ശ്ലോകം നോക്കാം. നമ്മൾ പറഞ്ഞു ഈ സെക്ഷൻ ബേസിക്കലി സൂത ഗോസ്വാമി ഭഗവാന്റെ ലീലകളെല്ലാം പറഞ്ഞു. അതിനുശേഷം പിന്നീട് അതായത് ഈ സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വിരാട്ട രൂപത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും അദ്ദേഹം തിരിച്ച് കൊണ്ടുവരുവാണ്. കാര്യം ഭഗവാൻ പല അവതാരങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതേപോലെ അദ്ദേഹത്തിന് വിരാട്ട രൂപമുണ്ട്. അത് വേറെ, അത് അവതാരത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലെങ്കിൽ പോലും അതും ഭഗവാന്റെ ഒരു ആവിഷ്കാരമാണ്. ഭഗവാൻ പ്രപഞ്ചത്തിൽ മുഴുവനും ഞാനുണ്ടെന്ന് കാണിക്കുന്നതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കില്ല. അതിന് ക്വാളിഫിക്കേഷൻ, യോഗ്യത ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ശ്ലോകത്തിലും നമുക്ക് കാണാം ആ ഒരു തീമിൽ തന്നെയാണ്. ന ചാസ്യ കശ്ചിൻ നിപുനേന ധാതുർ അവൈതി ജന്തോ കുസുമ
कुमनीश ऊतिः नामानि रूपाणि मनोवचोभिः सन्तवन्तो നടചര്യാം ഇവജ്ഞഃ. ശ്ലോകം വായിച്ചോളൂ മീനകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, വായിക്കൂ. വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ചാസ്യ കച്ചിന്യുഗുണേന ദാതുർ അവൈദിജന്തുകുമനീശ ഊദിഃ നാമാനി രൂപാണി മനോവചോഭിഃ സന്തൻവതോ നടചര്യാമി വാജ്ഞഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദർ. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ഒരു നാടക നടൻ എന്ന പോലെ വിനോദവിഹാരം നടത്തുന്ന ഭഗവാന്റെ നാമരൂപ ലീലാകർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവം അല്പജ്ഞാനികളായ വിഡ്ഢികൾക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല തന്നെ. അവർക്ക് അവിധ വസ്തുതകളെ അവരുടേതായ മാനസിക പ്രകൽപ്പനങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ ഗുണങ്ങൾ, ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ എങ്ങനെയാണ്, അതായത് ഗുഹ്യമായിട്ടുള്ളതാണ്, അത് അറിവുള്ള ആളുകൾക്കാണ് അത് വിസ്തരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്ലോകത്തിൽ 37 പറയുന്നു, എന്നാൽ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭഗവാന്റെ ലീലകളാവട്ടെ, നാമമാവട്ടെ, രൂപമാവട്ടെ, ഒന്നും തന്നെ അത് അവർക്ക് അവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ടോ ഒക്കെ ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനസ്സിലാക്കുവാനും സാധിക്കില്ല, അതിനെക്കുറിച്ച് പറയുവാനും അവർക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഉപമിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് അത്ര അറിവില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇപ്പോൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തി. ഉദാഹരണത്തിന് ഇവിടെ പറയുന്നു, ഒരു ആക്ടർ, ഒരാൾ സ്റ്റേജിൽ ഡ്രാമ കളിക്കുമ്പോൾ പല എന്താ പറയുക, പല രൂപങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇത് ആക്ച്വലി വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ശ്ലോകത്തിൽ, അദ്ദേഹത്തിൻ്റെ ടീക്കയിൽ പറയുന്നു ഇതിനെക്കുറിച്ച്. ഇവിടെ പറയുന്നു, ഡ്രാമ ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാൾക്ക്, അതായത് എന്താണ് ഈ ഡ്രാമയിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ചില മുദ്രകൾ കാണിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണ്, ചില മുദ്രകൾ കാണിക്കുമ്പോൾ, ഇപ്പോൾ കഥകളി കാണാനിരിക്കുകയാണെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ച് കുറച്ച് ഗ്രാഹ്യം വേണം. ഇല്ലെങ്കിൽ അവിടെ നമ്മളിരുന്ന് ഒന്നും മനസ്സിലാവില്ല. മുദ്രകൾ കാണിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ നാടകങ്ങളിലും അങ്ങനെയുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ നാടകമാവട്ടെ, അങ്ങനെ പല ഡ്രാമയിലും ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതേപോലെ, അതായത് അതിനുള്ള അറിവില്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം എന്തോ ചെയ്യുന്ന പോലെ തോന്നും. അതേപോലെയാണ് വേണ്ട ജ്ഞാനമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളെന്ന് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല. എന്തോ ഭഗവാൻ എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നും അറിയില്ല. അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയുള്ളത് സാധാരണ, അതായത് കർമ്മികൾ, അതായത് ഒരുപാട് ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ ഓടി നടക്കുന്ന ആൾക്കാർ, നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കും, അതേപോലെ തന്നെ കുറേ ഊഹാപോഹങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഭഗവാൻ സാധാരണ അതായത് ചിലപ്പോൾ ഒരു ഡ്രാമയിൽ ഒരു ആക്ടർ നടിക്കുന്ന പോലെ തോന്നും, പക്ഷേ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ഇവിടെ ശീല വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി. അതായത് ഒരു ആക്ടർ ഓരോ കൈകൊണ്ടും കാലുകൊണ്ടും, അല്ലെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകൊണ്ടോ വളരെ എന്താ പറയുക, പോയറ്റിക്കായിട്ടൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും അവർ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഡാൻസ് പെർഫോമൻസ് ആവട്ടെ,
ഇപ്പോൾ ഭരതനാട്യം ഡാൻസ് തന്നെ പെർഫോം ചെയ്യുമ്പോൾ ആ ഭരതനാട്യം അറിയുന്ന ഒരാൾ അത് കാണുമ്പോഴും ഒന്നും അറിയാത്ത ഒരാൾ കാണുമ്പോഴും വ്യത്യാസമുണ്ട്. കാര്യം ആ ഡാൻസ് ചെയ്യുന്ന വ്യക്തി ആ ഒരു പാട്ടിൻ്റെ ബേസിലാണ് കളിക്കുന്നത്. ചിലപ്പോൾ ഭഗവാന്റെ ഒരു ലീലയായിരിക്കും അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള മുദ്രകൾ ഉപയോഗിച്ചും പല കാര്യങ്ങളും. പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം ഒന്നും മനസ്സിലാവില്ല. ആ ഒരു അവസ്ഥയാണ്. അതേപോലെയാണ് ഭഗവാന്റെ കാര്യങ്ങളിവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. എന്നാൽ ഭഗവാനെക്കുറിച്ച് അറിവുള്ള ആളുകളാണെങ്കിലോ ഇത് ഡയറക്റ്റ്ലി ഈ രസം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നു. അതാണ് നമ്മുടെ പ്രഭുപാദും ആചാര്യന്മാരും പറയുന്ന കാര്യം. സോ അത് മനസ്സിലാക്കണമെങ്കിൽ അറിവ് എങ്ങനെ കിട്ടും? വേറെ വഴിയൊന്നുമില്ല, ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമാണ്. അല്ലാതെ നമ്മൾ ഏത് സ്കൂളിൽ പോയിട്ടോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ നേടാൻ പറ്റുന്ന ജ്ഞാനമല്ല ഇത്. ഈ ജ്ഞാനം മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണോ ഗുരു മുഖത്തിൽ നിന്ന് വരുന്നത് അത് നമ്മൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുക. ശാസ്ത്രങ്ങൾ, അതേ ഗുരു സാധു ശാസ്ത്രം പറയുന്നത് സ്വീകരിക്കുക. അത് നമ്മൾ സ്വീകരിച്ച് വിശ്വാസത്തോടു കൂടി, ഇനി അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ചെയ്യാനുള്ളതൊക്കെ, അതെല്ലാം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശാസ്ത്രങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതെല്ലാം വെളിപ്പെട്ടു വരുന്നു. ഇല്ലെങ്കിൽ ഇതെല്ലാം എന്തോ ഒരു സംഭവം എന്നുള്ള രീതിയിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ശ്ലോകം 38 നോക്കാം. സവേദദാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തത്യാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ശ്രീലത മാതാജി ഉണ്ടോ? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ശ്ലോകം വായിച്ചപ്പോൾ 2 ലത മാതാജി ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ മാതാജിയിലും പുസ്തകം ഉണ്ടെങ്കിൽ, ഭാഗവതം ഉണ്ടെങ്കിൽ വായിക്കാം. ശ്ലോകം നമ്പർ 38. ശ്രീകൃഷ്ണ പ്രഭു വായിച്ചോട്ടെ, ഞാൻ വായിച്ചോട്ടെ. ശ്രീകൃഷ്ണ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. സവേദദാതോ പദവീം പരസ്യ ദുരന്തവീരസ്യ രതംഗപാണേഃ യോം അമയായ സദന്താനുവൃത്യാ ഭജതേ തത്പാദ സരോജഗന്ധം. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. രഥചക്രപാണിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിരുപാധികവും സന്തതവും അനുകൂലവുമായ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിനെ അവിടുത്തെ സമ്പൂർണ്ണ മഹാത്മ്യങ്ങളോടും ശക്തികളോടും അതീന്ദ്രതയോടും കൂടി മനസ്സിലാക്കാൻ സാധ്യമാകൂ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. സോ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു, ആർക്കാണ് ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ധാതു, അതായത് ഭഗവാൻ ഈ സൃഷ്ടി ചെയ്യുന്നു. ധാതു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെല്ലാം നടത്തുന്ന. അതേപോലെ രഥാംഗപാണി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ രഥാംഗപാണി ആരാണ്? ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ദാമോദര മാധവേതി. ഭഗവാൻ രഥത്തിൻ്റെ ആ ഒരു ചക്രം ഭഗവാൻ എടുക്കുന്നുണ്ട് അല്ലേ? മഹാഭാരതത്തിൽ നമുക്കറിയാം. അപ്പോൾ ഭഗവാൻ അങ്ങനൊരു പേരും കൂടെ ഉണ്ട്, രഥാംഗപാണിയോ. ആ ഒരു ലീല നമ്മൾ ഇനി ഭീഷ്മദേവൻ്റെ ലീല 9ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. മനോഹരമാണ് ആ സെക്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ ഭഗവാനെ ധാതു, രഥാംഗപാണി, അതേപോലെ തന്നെ ഇവിടെ വേറെ വിളിക്കുന്നു. ഭഗവാനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നു അമായയ, അതായത് ഒരു മായ, ഒന്നും ഇല്ലാത്തതായിട്ടുള്ള. പിന്നെ സന്തതായ, അതായത് സന്തതായ എന്ന് പറയുന്നത്, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറയുന്നത് ഭഗവാനെ രഥാംഗപാണിയെന്നും ധാതു എന്ന് പറഞ്ഞു. ഇനി ആർക്കാണോ ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ അമായയ, അതേപോലെ സന്തതായ,
അതേപോലെ അനുവൃത്തിയ, 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഭക്തരുടെ ക്വാളിറ്റീസാണ് പറയുന്നത്. അതായത് അവർ അമായയ, അവർക്ക് വേറെ ഒന്നുമില്ല, പൂർണ്ണമായിട്ടും അവർ ഭഗവാനെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന ആളുകൾ, ഒരു റിസർവേഷൻ ഇല്ലാതെ, അതായത് നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ സേവനം ചെയ്യുന്നു. അമായയ. അതേപോലെ സന്തതായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസാനമില്ലാതെ, അവസാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മുടക്കില്ലാതെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് 1, 2, 6 അല്ല, നമ്മൾ സവൈപുംസ പരോധർമ്മ യഥോ ഭക്തി രഥോക്ഷജെ അഹൈതുകി അപ്രതിഹത, ആ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തടസ്സമില്ലാതെ നിരന്തരമായിട്ട്. ഇവിടെയും പറയുന്നു അമായയ, സന്തതായ, അതേപോലെ അനുവൃത്യ. അനുവൃത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ളത്, അതായത് അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ആരാണോ ഇങ്ങനെ ഭഗവാനെ സേവിക്കുന്നത്, അമായയ, സന്തതായ, അനുവൃത്യ, അതായത് ഫേവറബിളായിട്ട്, അതേപോലെ തന്നെ കലർപ്പില്ലാതെ, അതായത് വേറെ ഒരു ഉദ്ദേശവും വേറൊന്നും പ്രതീക്ഷിക്കാതെ നിരന്തരമായിട്ട് ഭഗവത് പാദങ്ങളിൽ ആരാണോ സേവനം ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് അതുകൊണ്ട് ഭാവാർത്ഥം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഭഗവാന്റെ അതീന്ദ്രിയ നാമം, രൂപം, ലീലകൾ, നാമരൂപ ലീലകളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അത് സാധിക്കുന്നത് ഭക്തർക്കാണ്, ശുദ്ധ ഭക്തർക്ക് മാത്രമാണ്. അല്ലാതെ മറ്റുള്ള കർമ്മികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജ്ഞാനികൾക്കോ പോലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് നമുക്ക് ഇത് സാധ്യമാവുന്നത്. ഇനി ആ ഭക്തിയുത സേവനങ്ങൾ എങ്ങനെ ചെയ്യണം? ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാർഷദരോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ, അതായത് നമ്മുടെ ആചാര്യന്മാരും ഗുരുജനങ്ങളും, അവരുടെ മാർഗനിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിച്ച്, അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്തുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമില്ലെങ്കിൽ ഇതെല്ലാം സീക്രട്ടായിട്ട് തന്നെ ഇരിക്കും. അതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ശ്ലോകം 39. അതേഹ ധന്യ ഭഗവന്ത ഇത്തം യദ്വാസുദേവേഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം ന യത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. കുമാരി ശൈലജ. ഹരേ കൃഷ്ണ പ്രഭുജി. അദ്ദേഹധന്യ ഭഗവന്ത ഇത്തം യദ്വസുദേവേഖില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം ന യത്ര ഭൂയ പരിവർത്ത ഉഗ്ര. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഈ ലോകത്തിൽ അവിധമുള്ള അന്വേഷണങ്ങളാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണാഭിജ്ഞാനിയായ വിജയിയാകുവാൻ കഴിയുകയുള്ളൂ. അത്തരം അന്വേഷണങ്ങൾ സർവപ്രപഞ്ചങ്ങളുടെയും നിയന്താവായ പരമദിവ്യോത്തമ പുരുഷനോടുള്ള ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ പരമാനന്ദ പ്രേമ നിർവൃതിയെ പ്രാർത്ഥനാപൂർവം ക്ഷണിച്ചു വരുത്തി ഭയാനകമായ ജനിമൃതി ആവർത്തന ചക്രങ്ങളിൽ നിന്നും 100% മുക്തി ഉറപ്പാക്കുന്നു. ഹരീഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ സൂത ഗോസ്വാമി ശൗനകാദി ഋഷിമാരോട് പറയുവാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം അതിമനോഹരമാണ്. ആക്ച്വലി സൂത ഗോസ്വാമി ഇവിടെ ശൗനകാദി ഋഷികളെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം അതിമനോഹരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ചോദിക്കുന്നത്? ഭഗവാൻ വാസുദേവനെ കുറിച്ചാണ്, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് അതീന്ദ്രിയ തലത്തിലുള്ള ആ പ്രേമം, കൃഷ്ണപ്രേമം തരുവാനുള്ള ശക്തിയുണ്ട്. അത്രമാത്രം ശക്തിയുണ്ട് ചോദ്യങ്ങൾക്ക് വരെ എന്നാണ് പറയുന്നത്. കാര്യം ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും ചോദ്യത്തിന് ഉത്തരം കൂടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാമായി, അല്ലേ? അത് പൂർണ്ണമായി. അപ്പോൾ സൂത ഗോസ്വാമി വളരെ എക്സൈറ്റഡായി. കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്
ചോദിക്കുന്നത് ശൗനകാദി ഋഷികൾ. അപ്പോൾ അവരെ അദ്ദേഹം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് പറയുന്നത്. പ്രഭുപാദും ഭാവാർത്ഥത്തിൽ പറയുന്നു ശൗനകാദി ഋഷിമാരുടെ ചോദ്യങ്ങളെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനോഹരം, അതീന്ദ്രിയ തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ന് പറയുന്നു. പ്രഭുപാദ് ഒരു കാര്യം ഇവിടെ ശ്ലോകത്തിൽ പറയുന്ന കാര്യം ഭാവാർത്ഥത്തിലും പറയുന്നു. അതായത് ഒരു ഭക്തൻ, അതായത് 100% ഭക്തനായിട്ടുള്ള വ്യക്തി, അതായത് 100% ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശുദ്ധ ഭക്തൻ. ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ച് അവർക്ക് ഈ ഭൗതിക ലോകത്തിലെ ജന്മ മൃത്യു ജരാവ്യാധി ഇതൊന്നും അവരെ ബാധിക്കാനേ പോകുന്നില്ല. കംപ്ലീറ്റ്ലി അവർ വാക്സിനേഷൻ എടുത്ത പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്കാണ്, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഭഗവാന്റെ ലീലകളും ഭഗവാനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്, ചോദ്യവും അതിനുള്ള ഉത്തരവും ഒക്കെ കേൾക്കുമ്പോൾ കേട്ടാണ് നമ്മൾക്കും, അതായത് ചോദിക്കണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. ഇനി ചോദ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റാണുള്ളത്. ഒരുപാട് ബെനിഫിറ്റ്സാണ് ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും കിട്ടുന്നത്. ഞാൻ ഈ അടുത്ത് ശാസ്ത്രങ്ങളിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതായത് ആക്ച്വലി വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂർ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവാർത്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു കമൻട്രിയിൽ പറയുന്നതാണ്, ഭാഗവതത്തിൽ തന്നെ. ഭാഗവതം പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയുന്ന വ്യക്തി, അത് കേൾക്കുന്ന വ്യക്തി, അതേപോലെ കേട്ടതിന് ശേഷം ചോദിക്കുന്ന വ്യക്തി, 3 കൂട്ടർക്കും ബെനിഫിറ്റുണ്ട്. 3 കൂട്ടർക്കും ബെനിഫിറ്റുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം അതിനൊരു ഹൈറാർക്കിയും പറയുന്നുണ്ട്, ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളത്. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് നല്ല ബെനിഫിറ്റുണ്ട്. കേട്ടതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റുണ്ട്. പറയുന്ന ആൾക്ക് അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷേ അതായത് ശ്രവണം കീർത്തനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത് നമ്മുടെ സ്പിരിച്വൽ ക്രെഡിറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, നമ്മുടെ ഈ ഭാഗവതം ചർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ശ്ലോകം വായിക്കുന്നു, ഭാവാർത്ഥം വിവർത്തനം വായിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ല പറയുന്നത്, സൂതഗോസ്വാമി പറയുന്നതും ശൗനക ഋഷിമാർ പറയുന്നതും പരീക്ഷത്ത് മഹാരാജാവ് ചോദിക്കുന്നതും ശുകദേവ് ഗോസ്വാമി പറയുന്നതും ശ്ലോകമായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ട്, ശ്ലോകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിവർത്തനം വായിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ആൾക്കാർ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പുസ്തകമുള്ളവർ വായിക്കുന്നു, പറയുന്നു, അപ്പോൾ അതേപോലെ കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നു. സോ അതിമനോഹരമാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറിൻ്റെ വാക്കുകളാണിത്. എല്ലാ കൂട്ടർക്കും ബെനിഫിറ്റുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിരന്തരമായിട്ട് അതിന് നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അല്ലേ. അതായത് സന്തതയ്യ എന്ന് നമ്മൾ വായിച്ചു. അതായത് ഒരു ഇൻറ്ററപ്ഷൻ ഇല്ലാതെ, ഒരു തടസ്സമില്ലാതെ നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു ഭാവത്തിൽ ഇത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി ഈ പറയുന്ന 100% ഭക്തൻ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ ജന്മമൃത്യു ജരാവ്യാധി അങ്ങനെയുള്ള കാര്യങ്ങൾ പോട്ടെ, ഒന്നും തന്നെ നമ്മളെ തൊടാൻ പോലും പോകുന്നില്ല. എല്ലാം അതീന്ദ്രിയ അവസ്ഥയിലായിരിക്കും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴും. അത്രയും ശക്തിയാണ് ഭക്തിയുത സേവനങ്ങൾക്കുള്ളത്. ഓക്കെ, അതാണ് 39 പറയുന്നത്. ഇനി 40 മുതൽ 44 വരെ ഇനി 4 ശ്ലോകങ്ങളേ ഉള്ളൂ ഈ അധ്യായത്തിൽ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ശ്ലോകം 40 മുതൽ 44 വരെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്നു. നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്ലോകം 40. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷിഃ നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തി അയനം മഹത്. യമുന മാതാജി.
ഓക്കെ. ശ്രീദേവി മാതാജി. ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കും. ചൊല്ലട്ടെ പ്രഭു. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷിഃ നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യായനം മഹർ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ സാഹിത്യ സംബന്ധ അവതാരവും ഭഗവത് അവതാരമായ ശ്രീല വ്യാസദേവനാൽ രചിക്കപ്പെട്ടതുമാകുന്നു. മാത്രവുമല്ല, ഈ ഗ്രന്ഥം സർവമാന ജനങ്ങളുടെയും പരമക്ഷേമത്തെ ഉദ്ദേശിച്ചുള്ളതും സർവ ഐശ്വര്യപ്രദായകവും അത്യാനന്ദമയവും സർവശ്രേഷ്ഠവും സർവ വിജയപ്രദവുമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. താങ്ക് യു. സോ ഭാഗവതം ഏത് പുരാണം? ഈ പുരാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗവത പുരാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗവത പുരാണം ബ്രഹ്മസംഹിതം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മസംഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അവതാരമാണ് ശ്രീമദ് ഭാഗവതം. അതിമനോഹരം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഭാഗവതം കേൾക്കുന്നു, വായിക്കുന്നു, തൊടുന്നു. പുസ്തകം കയ്യിലുള്ളവർക്ക് മനസ്സിലാക്കാം ഭഗവാനാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭാഗവതം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും സൂക്ഷിച്ചിട്ടായിരിക്കണം. പലപ്പോഴും ശ്രദ്ധയില്ലാതെ നമ്മൾ താഴെ വയ്ക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്ത്, ശുദ്ധമല്ലാത്ത സ്ഥലത്തൊന്നും ഭാഗവതം ഒരിക്കലും വയ്ക്കാൻ പാടില്ല. ഭാഗവതത്തെ ഈവൻ പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുന്ന ഒരുപാട് ഭക്തരുണ്ട് നമ്മുടെ കൂട്ടത്തിലും പലവരും. അതായത് വർഷത്തിലൊരിക്കൽ ഭദ്രപൂർണിമ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിത്യവും ഓൾട്ടറിനകത്ത് ഭഗവത്ഗീതയും ഭാഗവതവും ഉള്ള ഭക്തരുമുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഒന്ന് രണ്ട് ഡിവോട്ടീസിൻ്റെ വീട്ടിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം ഭഗവാന്റെ അവതാരമാണ്, ഭഗവാന്റെ ഗ്രന്ഥ അവതാരമാണ്. ഓക്കെ. ഇപ്പോൾ ബ്രഹ്മസംഹിതം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി അടുത്ത ഫ്രേസ് എന്താണ് പ്രധാനപ്പെട്ടത്? ഉത്തമ ശ്ലോകചരിതം. ഉത്തമ ശ്ലോകചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തമ ശ്ലോക എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പേരാണ് ഉത്തമ ശ്ലോക. അതായത് അത് ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് പ്രകീർത്തിക്കുന്നത് ആരെയാണ്? അദ്ദേഹമാണ് ഉത്തമ ശ്ലോക. ഇനി അതേപോലെ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉത്തമമായിട്ടുള്ള ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രകീർത്തിക്കുന്ന ശ്ലോകങ്ങളാണ് ഉത്തമ ശ്ലോകങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം വരുന്നു. ഇവിടെ പറയുന്നത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീലകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. ഇവിടെ ഉത്തമ ശ്ലോക ഭഗവാനാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തമ ശ്ലോക ചരിതം എന്ന് പറയുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ലീലകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ആക്ടിവിറ്റീസാണ് എന്തിൽ പറയുന്നത്? ശ്രീമദ് ഭാഗവതത്തിൽ. ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ബ്രഹ്മസംഹിതം അതായത് ഭഗവാന്റെ അവതാരമാണ്. ഉത്തമ ശ്ലോക ചരിതം ഭഗവാന്റെ ലീലകളെല്ലാം, ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം പറയുന്നു. ഇനി ചകാര ഭഗവാൻ ഋഷിഹി. ഇനി ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? കമ്പൈൽ ചെയ്തിട്ടുള്ളത് ആരാണ്? ഭഗവാൻ ഋഷിഹി എന്നാണ് പറയുന്നത്. ഭഗവാൻ ഋഷി വേറെ ആരുമല്ല, വ്യാസദേവൻ. ശ്രീല വ്യാസദേവനാണ് ഇത് കമ്പൈൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഫ്രേസ് എന്താണ്? നിശ്രേയസായ ലോകസ്യ. എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീല വ്യാസദേവൻ ഇത് കമ്പൈൽ ചെയ്തിട്ടുള്ളത്? നിശ്രേയസായ ലോകസ്യ, അതായത് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിശ്രേയസായ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിശ്രേയസായ വിഷയ കലോ സർവതാസ്യത്. വേറെ ശ്ലോകങ്ങളിലും പറയുന്നുണ്ട് ഈ വാക്ക്. ശ്രേയസായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണോ. അപ്പോൾ ആ അൾട്ടിമേറ്റ് ബെനിഫിറ്റാണ് നമുക്ക് ഭാഗവതത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ എഴുതിയിട്ടുള്ളത് ആരാണ്? ശ്രീല വ്യാസദേവൻ. ശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തി അയനം മഹത്. ഇനി ഈ ഭാഗവതം ധന്യമാണ്. അതേപോലെ സ്വസ്തി അയനം, സ്വസ്തി, അതായത് ഇതിൽ ഒരുപാട്
ആനന്ദം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം കിട്ടുന്നു. ധന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധന്യം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാം. സ്വസ്തിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലിസ്ഫുള്ളാണ്, അല്ലെങ്കിൽ ബ്ലിസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദപൂർണ്ണമാണ് ഭാഗവതം. മഹത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്, അതിൽ ഒരു തെറ്റുകളും ഇല്ല, അല്ലെങ്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, വായിച്ചത്. ഓക്കെ. അപ്പോൾ ശ്രീല ഒന്നുകൂടെ നമുക്ക് പറയാം. ബ്രഹ്മസംഹിതം എന്തിന് നമ്മളിതൊക്കെ എടുത്ത് പറയുന്നു എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ശ്ലോകം ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകത്തിലെ ഓരോ വരികൾ, പ്രധാനപ്പെട്ട വരികൾ. ഇപ്പോൾ ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി എന്താണ് പറയുന്നതെന്ന് നോക്കി നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഭാവാർത്ഥം വായിക്കൽ ക്ലാസ്സിലിരുന്നിട്ടല്ല, അത് എൻ്റെ റിക്വസ്റ്റാണ്. ഭാവാർത്ഥം വായിക്കൽ ക്ലാസ്സിലിരുന്നിട്ടല്ല. ഭാവാർത്ഥം ഒന്നില്ലെങ്കിൽ ക്ലാസ്സിന് മുമ്പ് വായിക്കാം, ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കാം. ക്ലാസ് നടക്കുമ്പോൾ ഇത് ആചാര്യന്മാർ പറയുന്ന കാര്യമാണ്. ക്ലാസ് നടക്കുമ്പോൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ ചർച്ച ചെയ്യുന്നത് അതിലാണ് ശ്രദ്ധ കൊണ്ടുവരേണ്ടത്. വായിക്കാനുള്ളത് നമുക്ക് തന്നെ വായിക്കാവുന്നേ ഉള്ളൂ, അതെപ്പോൾ വേണമെങ്കിൽ വായിക്കാം. സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അത് പിന്നീട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഇതൊന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും എഴുതി വെച്ചിട്ട് നോട്ട് നോക്കി പറയുന്നതല്ല. അപ്പോൾ അത് പറയുന്നത് ഒരു പ്രാവശ്യമേ പറയാൻ എനിക്കും സാധിക്കുള്ളൂ. ഞാൻ പറയുന്ന കാര്യമല്ല. 6 ക്ലാസ് എടുക്കുവാണെങ്കിലും അവർ പറയുന്നത് തന്നെ ആ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ചിലപ്പോൾ അത് വരില്ല, ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 സെൻറ്റൻസ് മുമ്പ് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പറയാൻ സാധിക്കില്ല, റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം അത് ആ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആര് ഇവിടെ ഇരുന്നാലും, എനിക്കൊരു യോഗ്യതയുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളിൽ ആരാണെങ്കിലും നമ്മൾ ഭഗവാനെക്കുറിച്ച് പറയുവാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തതും നമ്മൾ എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കിയതും ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ പറയുന്നത്. അത് ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറയുമ്പോൾ ഭഗവാനെക്കുറിച്ച് ആര് പറഞ്ഞു തുടങ്ങിയാലും പിന്നീട് ഭഗവാനാണ് നമുക്ക് ശക്തി തരുന്നത്. ഭഗവാന്റെ ശക്തിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ നമ്മുടെ ആരുടെയും കഴിവല്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മളിരിക്കണമെന്ന് പറയും. ഇതെന്തുകൊണ്ട് ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ശിക്ഷാഗുരുവിൻ്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു. അതായത് കൃഷ്ണ സന്ദർഭമാണ് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത്, ജീവഗോസ്വാമിയുടെ. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോട്ട്സ് എഴുതുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് വരുമ്പോൾ, കാര്യം ഒരു പോയിന്റ് പോലും വിടാൻ പറ്റാത്ത പോയിൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ലീല ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കാളിയമർദ്ദനോ അല്ലെങ്കിൽ പൂതനയുടെ ലീല ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൂതന ലീല കേട്ടിട്ടുണ്ടാവും നമ്മൾ. അതായത് ജസ്റ്റ് നമുക്ക് കഥ അറിയുന്നുണ്ടാവും, അതല്ല പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സെക്ഷനും നമ്മുടെ ആചാര്യന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഭഗവാൻ കൃഷ്ണൻ പൂതന വന്ന സമയത്ത് കണ്ണടയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രഭുപാദ പറയുന്നുണ്ട് കുറച്ച് ആചാര്യന്മാരുടെ, പക്ഷേ ഒരുപാട് ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20 കാരണങ്ങളുണ്ട് ഭഗവാൻ എന്തുകൊണ്ട് കണ്ണടച്ചു, പൂതന വന്നപ്പോൾ എന്തുകൊണ്ട് കണ്ണടച്ചു എന്നുള്ളതിന് പല ആചാര്യന്മാരും അവരുടെ റിയലൈസേഷൻ പറയുന്നുണ്ട്. അപ്പോൾ 20 കാര്യങ്ങൾ, ഞാൻ പറയും 20 കാര്യങ്ങൾ മിനിമം ഉണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ ഇത് എഴുതിയെടുക്കാൻ ഇൻട്രസ്റ്റ് വേണം. ഓഫ് കോഴ്സ് നമ്മൾ എഴുതിയെടുക്കണം, വേണ്ടെന്നല്ല. പക്ഷേ അത് പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് രസം കൂടെ അതിനകത്തുണ്ട്. ഒരുപാട് ഭാവം വരുന്നു, രസം വരുന്നു, സ്വീറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന തിരക്കിൽ
ആ സ്വീറ്റ്നെസ് നഷ്ടപ്പെടരുത്. അതാണ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്, ഇപ്പോൾ നോട്ട് എഴുതരുതെന്നല്ല, നോട്ട്സ് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർക്ക് ചെയ്യാം, എഴുതാം, ഒക്കെ ചെയ്യണം. പക്ഷേ വായനയും മറ്റുള്ള കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടണം. അതായത് നമ്മൾ എന്നാലാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. വായിക്കൽ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. കാര്യം അത് നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഞങ്ങൾക്കെല്ലാവർക്കും അല്ലെങ്കിൽ എനിക്കും എൻ്റെ ശിക്ഷാഗുരുവിൽ നിന്നും മറ്റുള്ള അല്ലെങ്കിൽ ഭക്തർക്കും പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇങ്ങനെയാണ് ജനറലായി നമ്മുടെ ഗുരുജനങ്ങൾ പറയുന്നത്. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടില്ല. സോ എൻ്റെ റിക്വസ്റ്റാണ്. എനിക്ക് അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്, ബട്ട് ഞാനൊന്ന് പറഞ്ഞൊന്ന് മാത്രം. എനിവേ, ഈ ഒരു ശ്ലോകത്തിൽ, കാര്യം ഈ ശ്ലോകത്തിൽ തന്നെ നമ്മൾ ഓരോ ഫ്രേസുകൾ എടുത്ത് പറയുകയാണ്. ബ്രഹ്മസംഹിത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരമാണ്. ഉത്തമ ശ്ലോകചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ് പറയുന്നത്. ചകാര ഭഗവാൻ ഋഷി, ഇത് കമ്പയർ ചെയ്തിട്ടുള്ളത് വ്യാസദേവനാണ്. നിശ്ചയസായ ലോകസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാക്കുകളുടെ സൈഡിൽ വേർഡ് ടു വേർഡ് മീനിങ് ഉണ്ടാവും. പക്ഷേ ശ്ലോകത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ ഓക്കെ എന്താണെന്നുള്ളത് ലൈൻ ബൈ ലൈൻ നമുക്ക് മനസ്സിലാവും. ലൈൻ ബൈ ലൈനും വേർഡ് ബൈ വേർഡും വ്യത്യാസമുണ്ട്. അപ്പോൾ വേർഡ് ബൈ വേർഡ് നോക്കുമ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം. കാര്യം സംസ്കൃതത്തിൽ ചിലപ്പോൾ ചില വാക്കുകൾ പുറകിലായിരിക്കും വരിക, മുമ്പിൽ വരണമെന്നില്ല. ഇംഗ്ലീഷ് പോലെ ആ ഒരു കണക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് ചിലപ്പോൾ അടുത്ത വാക്കായിരിക്കും. അപ്പോൾ ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ വാക്കുകൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ലൈൻ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാര്യം ഇപ്പോൾ ചകാര ഭഗവാൻ ഋഷിഹി, ഭഗവാൻ ഋഷിഹി എന്ന് പറയുന്നത് വ്യാസദേവൻ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വ്യാസദേവൻ ഭാഗവതം കമ്പൈൽ ചെയ്തു, എഴുതി എന്ന് പറയും. എന്നാൽ സംസ്കൃതത്തിൽ അത് പറയുമ്പോൾ ചകാര ആദ്യം എഴുതി ആര്? വ്യാസദേവൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എഴുത്ത് അങ്ങനെ, സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ആ ഒരു ഫ്ലോ പോലെ ആയിരിക്കില്ല സാൻസ്ക്രിറ്റിൽ. അപ്പം അതുകൊണ്ട് വേർഡ് ബൈ വേർഡ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വരി നോക്കുമ്പോൾ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ചർച്ച ചെയ്യുവാണെങ്കിൽ നമ്മൾ എഴുതി വെച്ചാൽ ഈസിയാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ. അതാണ് ഉദ്ദേശിച്ചത്. എനിവേ, ഇവിടെ ശില പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് അമലപുരാണമാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അമലപുരാണം എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തെക്കുറിച്ച്. ശ്രീമദ് ഭാഗവതം പുരാണം അമലം പ്രേമപൂമർത്തോ മഹാൻ, ആ ശ്ലോകത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയത് തദ്ധാമ വൃന്ദാവനം രമ്യ കാചിതുപാസന വ്രജവതോ വർഗീനവ കൽപ്പിത ശ്രീമദ് ഭാഗവതം പുരാണം അമലം പ്രേമപൂമർത്തോ മഹാൻ. അവിടെ ഭഗവാൻ മഹാപ്രഭു പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതം അമലപുരാണമാണ് എന്നുള്ളത്. പ്രഭുപാദ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു, ഭാവാർത്ഥത്തിൽ പറയുന്നു. പിന്നീട് പറയുന്നു ഭഗവാന്റെ അവതാരം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ആരാധിക്കുന്നത് അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തെ ആരാധിക്കണം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കും? 2 തരത്തിൽ ചെയ്യാം. രണ്ട് തരത്തിലല്ല, അതിൽ 2 തരം എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗവതത്തെ ഇപ്പോൾ ഓൾട്ടർനേറ്റ് വെച്ചു എന്ന് വയ്ക്കുക, എന്നിട്ട് നമ്മൾ പൂജ ചെയ്യുന്നു, അത് ആരാധനയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഭാഗവതം തന്നെ നമ്മൾ എടുത്ത് അത് വായിക്കുക, പഠിക്കുക, കേൾക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ. അതാണ് ഭാഗവതത്തെ ശരിക്കും സേവിക്കുന്നത്. ഭാഗവതത്തെ ശരിക്കും ആരാധിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഷോക്കേസിൽ വെക്കുകയോ ഓൾട്ടറിൽ വെച്ചോ നമ്മൾ ചന്ദനത്തിരി കാണിച്ചുകൊണ്ടോ വിളക്ക് കാണിച്ചുകൊണ്ടോ കാര്യം നടക്കുന്നില്ല. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ എപ്പോഴാണ് നമ്മൾ എടുത്ത് വായിച്ച് പഠിച്ച് കേട്ട് ആ ഭാഗവതത്തിൽ നമ്മൾ മുഴുകി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്, അതാണ് ഏറ്റവും വലിയ ആരാധന. അപ്പോൾ ഭാഗവതത്തെ ആരാധിക്കാൻ സാധിക്കുന്നതും ഭാഗവതത്തെ സേവിക്കാൻ സാധിക്കുന്നതും നമ്മൾ ഭാഗവതം പഠിക്കുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ്. ആ ഒരു കാര്യം നമുക്ക് ഓർക്കാം ഇവിടെ. പിന്നീട് പ്രഭുപാദ് പറയുന്നു ഭാഗവതം എങ്ങനെ നമ്മൾ പഠിക്കണം, ആരിൽ നിന്ന് പഠിക്കണം. ചൈതന്യ മഹാപ്രഭു സ്വരൂപ് ദാമോദർ ഗോസ്വാമിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചൈതന്യ ചരിതാമൃതത്തിലുള്ളൊരു സെക്ഷനാണ്. അവിടെ പറയുന്നു യഹാ ഭാഗവത പട
യഹ ഭാഗവതപട വൈഷ്ണവേര സ്ഥാനെ ഏകാന്ത ആശ്രയ കരെ ചൈതന്യ ചരണേ. അവിടെ പറയുന്നുണ്ട്, ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ സ്വരൂപ് ദാമോദർ ഗോസ്വാമി മഹാപ്രഭുവിൻ്റെ നിത്യപാർഷദനാണ്. അദ്ദേഹം പറയുന്നു, ഭാഗവതം പഠിക്കണമെങ്കിൽ എവിടെ പോകണം? വൈഷ്ണവേര സ്ഥാനേ. അതായത് വൈഷ്ണവരിൽ നിന്ന്, സാധാരണ വൈഷ്ണവരല്ല, വൈഷ്ണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി കുറിയും അല്ലെങ്കിൽ വേഷം മാത്രമല്ല, ആ തിരിച്ചറിവുള്ള ശുദ്ധ ഭക്തരായിട്ടുള്ള, നല്ല ഭക്തരായിട്ടുള്ള വൈഷ്ണവരിൽ നിന്നായിരിക്കണം യഹ ഭാഗവതപടേ വൈഷ്ണവേര സ്ഥാനേ. അവരിൽ നിന്ന് കേൾക്കണം, അവരിൽ നിന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഏകാന്ത ആശ്രയക്കര ചൈതന്യ ചരണേ. എന്നാൽ ഇത് നിങ്ങൾക്ക് സാധിക്കുന്നത്, സ്വരൂപ് ദാമോദർ ഗോസ്വാമി പറയുന്നത്, നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ആരാണോ ചൈതന്യ മഹാപ്രഭുവിനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ നമുക്ക് ഭഗവാൻ അനുഗ്രഹം തരും. അപ്പോൾ ഒരു നല്ലൊരു ഭക്തനിൽ നിന്ന് ഭാഗവതം പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമാണ് നമുക്കൊരു ഗുരുവിനെ കിട്ടുന്നതും. ആ ഗുരുവിൽ നിന്ന് ഭാഗവതം, അല്ലെങ്കിൽ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനിൽ നിന്ന് നമുക്ക് ഭാഗവതം പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ മഹാപ്രഭുവിനെ കൂടുതൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ പ്രഭുപാദ് പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ അടുത്ത ശ്ലോകത്തിലും അതിൻ്റെ ഭാവാർത്ഥത്തിലും പ്രഭുപാദ് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ, അതായത് ഭക്തരിൽ നിന്നാണ് നമ്മൾ ഭാഗവതം അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ആളുകളല്ല. പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഗവതം കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നത്. അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു സേവനമല്ല. അതായത് ഭാഗവതവും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പൈസ കിട്ടും, ഇത്രയും ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നു. അപ്പോൾ ആ പൈസ മുമ്പിൽ കണ്ടുകൊണ്ട് ഭാഗവതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥമില്ല. അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള ഒരു പഠിപ്പിക്കലല്ല. കാര്യം പഠിപ്പിക്കുന്ന ആളുടെ കോൺഷ്യസ്നെസ് കറക്റ്റല്ല. കാര്യം പ്രതീക്ഷിക്കുന്നത് എന്താണ്? പൈസയാണ്. ശുദ്ധമായിട്ടുള്ള ഹരികഥയല്ല അത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ നമ്മുടെ പ്രഭുപാദും ആചാര്യന്മാരും പറയുന്നത്, ശുദ്ധ ഭക്തരായിട്ടുള്ള വൈഷ്ണവരിൽ നിന്നാണ് നമ്മൾ, നല്ല വൈഷ്ണവിൽ നിന്നാണ് ഭാഗവതം പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 41-ാമത്തെ ശ്ലോകം മുതൽ ഇനി 41, 42, 43, 44 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റും കൂടെ ഉണ്ട്. നാളത്തെ ക്ലാസ് 1 മണിക്കൂർ നേരത്തെ ആയിരിക്കും. എനിക്ക് വേറൊരു പുറത്ത് പോയി സേവനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നാളെ 8:30 എന്നുള്ളത് 7:30 ക്ലാസ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നാളെ മാത്രമേ ഉള്ളൂ. എയർപോർട്ടിലേക്ക് പോയി ഒരു സേവനമുണ്ട്. ആക്ച്വലി പ്രഭാതിൻ്റെ ഒരു ഡിസൈപ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പിക്കപ്പ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സേവനം കിട്ടിയതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാളെ ക്ലാസ് 1 മണിക്കൂർ നേരത്തെ ആയിരിക്കും. ക്ലാസ്സിന് ശേഷം അപ്പോൾ നാളെ 8:30 പകരം 7:30 ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിലും ഇതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കി അടുത്ത ആഴ്ചയിൽ പിന്നെ നമ്മൾ തിങ്കളാഴ്ച മുതൽ നോർമൽ ടൈമിൽ തന്നെ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ശ്രീമദ് ഭാഗവതം की जय, ग्रंथरा श्रीमद् भागवतम की जय, जगत गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गाउड़िय गुरु वृंद की जय. जय जय श्री राधे श्याम, श्री वृंदावन धाम की जय. निताय गौर प्रेमानंदे. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നിങ്ങളെല്ലാം ശിവടാതിരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈകിട്ട് ചെയ്യാം. ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ പതിദാന വൈഷ്ണവേഭ്യോ നമോ നമഃ.
अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र के श्रील प्रभुपाद की जय। श्री अनंत पद्मनाभ स्वामी की जय। भागवत प्रवाह की ताई गौर प्रेमानंदे। हरे कृष्णा प्रभु जी धन्यवाद प्रभु। हरे कृष्ण। हरे कृष्ण हरे प्रभु, जय कृष्ण। हरे थैंक यू कृष्णा, प्रभु जी, दंडवत प्रणाम। हरे हरे कृष्ण कृष्ण प्रभु, प्रभु, हरे कृष्ण। प्रणामं हरे प्रभु, कृष्ण। हरे कृष्ण। हरे कृष्ण प्रभु। नमः हरे कृष्ण। हरे कृष्ण प्रभु। हरे कृष्ण प्रभु।